ഇന്നത്തെ സിനിമാ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. പൃഥ്വിരാജിന്റെ എമ്പുരാന് ശേഷമുള്ള അടുത്ത തിയേറ്റർ റിലീസ് ആണല്ലോ വിലായത്ത് ബുദ്ധ. ജയൻ നമ്പ്യാരുടെ സംവിധാനത്തിൽ വരാനിരിക്കുന്ന സിനിമ നേരത്തെ ഓണം റിലീസായിട്ടായിരുന്നല്ലോ തിയേറ്ററുകളിലേക്ക് ചാർട്ട് ചെയ്യപ്പെട്ടത്. എന്നാൽ ഇപ്പോഴത്തെ ഓണത്തിൽ നിന്നും സിനിമ പിന്മാറി എന്നൊരു റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. പൂജ റിലീസായിട്ട് ഒക്ടോബറിൽ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. റിലീസ് മാറ്റാനുള്ള കാരണം വ്യക്തമല്ല. നിവിൻ പോളി നായകനായി എത്തുന്ന ഇപ്പോൾ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സിനിമയാണല്ലോ ഇനിയും പേരിട്ടിട്ടില്ലാത്ത അഖിൽ സത്യൻ സംവിധാനം ചെയ്യുന്ന സിനിമ. നിവിൻ, അജു വർഗീസ് തുടങ്ങിയവർ അഭിനയിക്കുന്ന ഒരു ഗോസ്റ്റ് കോമഡി എന്റർടൈനർ സിനിമയുടെ രണ്ടാം ഘട്ട ഷെഡ്യൂൾ ഇന്ന് ഒറ്റപ്പാലത്ത് ആരംഭിക്കപ്പെട്ടിരിക്കുകയാണ്. വരാനിരിക്കുന്ന ദിലീപ് സിനിമകളിലേക്ക് ഒരു സിനിമ ജോയിൻ ചെയ്യാനായിട്ടിരിക്കുന്നു എന്നാണ് ഏറ്റവും പുതുതായിട്ട് വന്നിരിക്കുന്ന റിപ്പോർട്ട്. ഇലവീട്, പൂഞ്ചിറ, ഓഫീസർ ഓൺ ഡ്യൂട്ടി, നായാട്ട്, ഇരട്ട തുടങ്ങിയ സിനിമകളുടെ എല്ലാം തന്നെ ഭാഗമായ ഷാഹി കബീർ സംവിധാനം ചെയ്യുന്ന ദിലീപ് നായകനായി എത്തുന്ന ഒരു പോലീസ് ചിത്രം വരാനായിട്ടിരിക്കുന്നു എന്നൊരു ശക്തമായ റൂമേഴ്സാണ് ഇതിനോടകം തന്നെ വന്നിരിക്കുന്നത്. എന്തായാലും സിനിമയുടെ ഒഫീഷ്യൽ പ്രഖ്യാപനത്തിനായിട്ട് ഈ സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾ കേട്ട് നമുക്ക് കാത്തിരിക്കാം. അവസാനമായിട്ട് ലാലേട്ടനും മമ്മൂട്ടി ചേട്ടനും അഭിനയിക്കുന്ന മൾട്ടി സ്റ്റാർ ബിഗ് ബഡ്ജറ്റ് സിനിമ മഹേഷ് നാരായണൻ സിനിമയിലേക്ക് വരികയാണെങ്കിൽ ചിത്രത്തിന്റെ 5 ദിവസത്തെ എറണാകുളം ഷൂട്ട് ഇന്ന് വീണ്ടും ആരംഭിക്കപ്പെട്ടിരിക്കുകയാണ്. പല ഘട്ടങ്ങളിലായിട്ട് ഷൂട്ട് നടക്കുന്ന സിനിമയിലേക്ക് അങ്ങനെ ലാലേട്ടൻ വീണ്ടും ജോയിൻ ചെയ്യാനായിട്ടിരിക്കുന്നു എന്നൊരു റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. നേരത്തെ ശ്രീലങ്ക, ഡൽഹി ഷെഡ്യൂളുകളിൽ ലാലേട്ടൻ ഭാഗമായിരുന്നു. ഈ ജൂൺ മാസം 15-ാം തീയതി 5-ൽ പരം ദിവസത്തെ ഷൂട്ടിനായിട്ട് ലാലേട്ടൻ ശ്രീലങ്കൻ ഷെഡ്യൂളിൽ ഭാഗമാകുമെന്ന് ഇപ്പോഴത്തെ കൺഫേം ആക്കപ്പെട്ടിരിക്കുകയാണ്. ആ ഷെഡ്യൂളിൽ മമ്മൂട്ടി ഭാഗമാണോ, ഇനി മമ്മൂട്ടി എന്ന സിനിമയിലേക്ക് ജോയിൻ ചെയ്യും തുടങ്ങിയ വിവരങ്ങൾ നിലവിൽ ലഭ്യമല്ല. എന്തായാലും കാത്തിരിക്കൂ MMMN എന്ന സിനിമയുടെ കൂടുതൽ വാർത്തകൾക്ക്.